ഇന്നത്തെ വീഡിയോക്കകത്ത് പോയി ഞാൻ കുറച്ച് ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീം അങ്ങനത്തെ കഴിച്ചിട്ട് കുറെ നാളായി. നമുക്ക് ഐസ്ക്രീമിന്റെ ജ്വരം ഒന്ന് തീർത്തേക്കാം. ഞാൻ നാച്ചുറൽസിൽ പോയിട്ട് അവിടുത്തെ ഓൾമോസ്റ്റ് ഫുൾ മെനു ഞാൻ കഴിച്ചു തീർക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതാവുമ്പോൾ പിന്നത്തേക്ക് എനിക്ക് ഒട്ടും താല്പര്യം വരത്തില്ല ഐസ്ക്രീം കഴിക്കാൻ. അപ്പൊ ഇന്നത്തോടെ നമുക്ക് ഐസ്ക്രീമിന് തീരുമാനമാക്കാം. ഞാൻ അങ്ങനെ അവസാനം ഇവിടെ എത്തി. ഇവിടെ എത്ര ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ ഫുള്ള് കഴിച്ചു തീർത്തിരിക്കും. ഒരേ സ്കൂപ്പായിട്ട് മേടിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമുക്ക് പോകാം. ഒരു 20 ഫ്ലേവേഴ്സ് 20 കഴിക്കാം. ഞാൻ ആദ്യം 5 മേടിക്കും. കോണില്ലേ? എന്താ കോണില്ലാത്തത്? കോണില്ല ഇവിടെ. കോണില്ല, എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. അല്ലെ പിന്നെ കപ്പി മേടിച്ച് കഴിക്കേണ്ടി വരും. കപ്പി കഴിക്കണ, കോണി കഴിക്കുന്നില്ല കുറച്ച് രസം. 20 കോണും കൂടി കഴിക്കാൻ കിട്ടിയതാണ്. അതുകൊണ്ടാണ് മെയിൻ റീസൺ. ഈ കപ്പ ആവുമ്പോൾ പിന്നെ കാണാനും വലിയ രസമില്ല. അതൊരു കുഴപ്പം. ഒരു 2 മിനിറ്റ് പോണ്ടർ ചെയ്യട്ടെ എന്ത് ചെയ്യണമെന്ന്. അവിടെ നിന്ന് മാറി രണ്ടാമത്തെ നാച്ചുറൽസി വന്നിരിക്കുകയാണ്. ഇവിടെ എന്തായാലും കോൺ കിട്ടുമായിരിക്കും. എത്ര സ്കൂപ്പാണ്? ഞങ്ങൾക്ക് 21 ഫ്ലേവർ അല്ലേ? 20-21 കണ്ട എത്ര? അപ്പോൾ 20 സ്കൂപ്പ് ഇവിടെ ഉണ്ട്. പോയി നമുക്ക് 20 കഴിച്ചിട്ട് ഇതുണ്ടെങ്കിൽ പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഐസ്ക്രീം കഴിക്കാം. 3 കോൺ കിട്ടിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇങ്ങനെ നിറച്ച് തന്നിരിക്കുകയാണ്. കുറച്ചേറെ കൂടിപ്പോയതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാം ഒറ്റയടിക്ക് മേടിക്കണ്ടായിരുന്നു. ഇത് 2.5 കോക്കനട്ടാ. തൊണ്ടയ്ക്ക് കയറിയ വേനയുണ്ടോ? അതുകൊണ്ട് അറിയത്തില്ല ഫുള്ളും കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും. ഞാൻ ഫുള്ളും കഴിക്കുമെങ്കിൽ നാച്ചുറൽസിന് എനിക്ക് പ്രൊമോഷൻ്റെ പൈസ തരണം കേട്ടോ. ഇത് പെട്ടെന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് അലിഞ്ഞ് എൻ്റെ കയ്യിലോട്ടൊക്കെ വീഴും. കുറച്ച് സ്കൂപ്പ് വലുതാടാ. എനിക്കൊന്നും വീഡിയോ ആയതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടര കോക്കനട്ട് തീർത്തിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് ഇപ്പം തന്നെ അടഞ്ഞു തുടങ്ങി തണുപ്പ് കാരണം. അതൊക്കെ തന്നെയായിരിക്കും സേഫ്. അല്ലെങ്കിൽ അവസാനത്തുമ്പോൾ എനിക്ക് സൗണ്ട് പോലും കാണത്തില്ല. ഇത് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക്. ഇത് 5 ഗ്രാം കഴിച്ചിട്ട് മനസ്സിലാകുന്നില്ല എനിക്ക്. നിങ്ങളുടെ പയ്യനെ ഒടുക്കത്തെ മെനക്കേണ്ടി വരും കേട്ടോ. ഇത് കഴിക്കാനല്ല, ഇത് ഞാൻ കഴിക്കാം. ഇവിടെ പ്ലോട്ട് മേടിക്കാനും 1390 സൂപ്പർ ഡ്യൂ കാർ മേടിക്കാനും എല്ലാം കൂടി നല്ല മെനക്കേടായിരിക്കും. കുറച്ചേറെ ഐസ്ക്രീം ഉണ്ടോ ഇവിടെ? നീ ഏതാണ് കഴിക്കണ്ട? ഐ തിങ്ക് വിൽ ഹാവ് സം സ്ട്രോബെറി. ഇപ്പോഴും എനിക്ക് ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ഇനി വല്ലാത്ത പ്രാന്താണല്ലേ. തേർഡ് ഐസ്ക്രീം. നാലാമത്തെ അരിക കടലി. ഇത് കേസർ ബദാമാണെന്ന് തോന്നുന്നു. കേസർ പിസ്ത. It's gonna be messy, man. Don't tell me to like wipe it off. It's gonna be messy. I have to eat a lot. ഞാൻ പെട്ടെന്ന് ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം കാണിക്കാൻ പറ്റില്ല. ഇനി മുതൽ ഞാൻ ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കാം. എൻ്റെ ശബ്ദം ഇപ്പം തന്നെ തെന്നി തുടങ്ങി. വെള്ളച്ചാട്ടം വരുന്നത് 4th ഐസ്ക്രീം കേസർ പിസ്ത. ഫൈനലി ഒരു നോർമൽ ആളെ കണക്ക് ഇപ്പോൾ 2 ഐസ്ക്രീം 2 കയ്യിലായി. ഇത് ടെൻഡർ കോക്കനട്ട്, ഇത് പേർഷ്യൻ ഡിലൈറ്റ്. ടെൻഡർ കോക്കനട്ട് കഴിക്കാം. ടെൻഡർ പറയാൻ പറ്റില്ല എന്നെ കൊണ്ട്. ടെൻഡർ കോക്കനട്ട് പാലുമുള്ളതാണ്. ഉന്മേഷം കയറി ഇനി മേടിക്കാനടുത്ത് 6 മേടിക്കാം. നമുക്ക് 3 വെച്ച് പോവാം. നമ്മൾ പിടിക്കാൽ കുറച്ച് ഒതുങ്ങിയിരിക്കും. സിക്സ്ത് വൺ പേർഷ്യൻ ഡിലൈറ്റ്. ഇത് ഇങ്ങനെയാണ്. ഇതുവരെ കഴിച്ചത് ഏറ്റവും കൂടുതൽ മധുരം എന്നാന്ന് തോന്നുന്നു. കഴിക്കാൻ എനിക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നു ഇത് നമ്പർ 1 ടേസ്റ്റിൽ. സ്ട്രോബെറി ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൊള്ളാം. സ്ട്രോബെറി മാത്രം മിഡായിരുന്നു. ബാക്കി നല്ലേ. ഇത് നല്ലേ. ഇത് 6ാമത്തെയാണ് മോനെ. ഇനിയും 6 കഴിച്ചാലും 18 ആകത്തുള്ളൂ. ഇത് ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. ഞാൻ ഫുൾ മെനു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഫുൾ മെനുവിന് എടുത്ത് കഴിക്കാൻ പോവാ. കൊള്ളാം കേട്ടോ. ഒരു 3 ഓർഡർ ഇട്ട് വരാം. സംസാരിക്കാൻ വയ്യ, നാക്ക് മൂന്നും തണുത്തതാ. ഇത് ഇവിടം വരെ ഉണ്ടല്ലേ. ഇത് ഹീറോ. അത് 3 കോൺ ഇനി വേണോ? ഞാൻ ഓൾറെഡി 6 കോൺ കഴിച്ചു. വായിക്കാത്ത കീറുന്നുണ്ട് ഇത്രയും കോൺ കഴിച്ചിട്ട്. ഒരു 3 കോൺ വേണ്ടി എടുക്കാം. എൻ്റെ നാക്ക് തണുത്തിട്ട് ഫീൽ ആകുന്നില്ല. ഒറ്റയടിക്ക് കഴിക്കുന്നുണ്ടാ. ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയുള്ളൂ. 5 മിനിറ്റ് തീർത്ത് ഞാൻ 6 ഇനി ഒരു 6 കഴിച്ചാൽ അത് ഈ ഭാഗത്തിൻ്റെ എത്തത്തുള്ളൂ. ഈ ഭാഗത്തിൽ എത്തും തോന്നില്ലേ? സത്യം പറയുന്നത് ഐസ്ക്രീം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം മാംഗോ കഴിയാം കേട്ടോ.
മാംഗോ ആണോ സീതാഫലാണോ ഇത് മാംഗോ അല്ലേ ഇത്? എനിക്ക് സീതാഫലിന്റെ ടേസ്റ്റ് എന്താ, എന്നെ നാക്കടിച്ചു കൂടാ. എനിക്ക് 7th ഐസ്ക്രീം. At this point, I'm not able to feel which taste is what. Roasted almonds കഴിക്കാം നമുക്ക്. റോസ്റ്റഡ് ആൽമണ്ട്സ് ഉണ്ട് അവിടെ, പക്ഷെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലാവും. എനിക്ക് വല്ലാപ്പിനെ കേടായിരുന്നു. ആലപ്പുഴ ഇവിടെ വന്നിട്ട് 2 ലിറ്റർ ഐസ്ക്രീം വേണം. ഈസി 8-1. ഇത് കഴിച്ച് തീരുമ്പം 9 ഐറ്റം ആവും, ഹാഫ് മെനു തീരും. അത് ഞാൻ ഫുൾ മെനു കഴിക്കാന്ന് പറഞ്ഞ മൈൻഡില്ല. ഇത് വെള്ള ചേട്ടാ, ഇത് ഗ്വാവ, പേരക്കയുടെ ടേസ്റ്റ്, അത് ഹെവി പേരക്കയുടെ ടേസ്റ്റ്. ബാക്കിയുള്ളത് കോൺ വേണം. 9th കോൺ ഗ്വാവ ഐസ്ക്രീം ഈസ് ഗെറ്റിംഗ് ഓവർ. വല്ലാത്ത കരുതി എനിക്ക്. ഒറ്റയടി വയലെടുത്തിടും, ഒടുക്ക തണുപ്പ് കാരണം മാവേന എടുക്കുന്നു. അപ്പോൾ ഗോവ തീർന്ന് 3 മേടിച്ചിട്ട് വരാം. എൻ്റെ സംസാരം മുമ്പിലോട്ട് പോകുമ്പം കുറച്ച് വഴുകി ഇരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പെട്ടുപെടുന്ന തീരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു സെഷൻ തീരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ 3 കൂടി തരും. ചോക്ലേറ്റ് അവസാനത്തേക്ക് വെക്കാനാണ്. ഈ ഒരു നിരതാ എനിക്ക്, ഈ നിര. എൻ്റെ നടുഭാഗത്ത് നിന്ന് ഞാൻ തണുത്തു പോയി കേട്ടോ. വളരെ ജനറസ് ആയിട്ടാണ് സ്കൂപ്പ് എടുക്കുന്നത്. ഈ കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് കുറച്ച് സ്ട്രോങ് ആണ് കോഫി. ഇതിനകത്ത് വാൾനട്ടിൻ്റെ പീസൊക്കെ ഉണ്ട് കേട്ടോ. കോഫി വാൾനട്ട് എന്ന് പറയുമ്പോൾ വാൾനട്ട് കാണാവോ. ഇത് ഫുൾ തീർത്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ആ ഐസ്ക്രീം കഴിക്കത്തില്ല. അതായിരുന്നു നമ്മൾ ഒറിജിനൽ പ്ലാൻ. മലായി ഐസ്ക്രീം, വെള്ള കളറ്, മലായിയുടെ ടേസ്റ്റാണ്. മലായിക്ക് എന്താണ് ടേസ്റ്റ് എനിക്കറിയില്ല ഇപ്പോൾ. ബാക്കിയുള്ളത് ചിലപ്പോൾ ഞാൻ കോൺ കഴിക്കത്തില്ല കേട്ടോ. ഒന്നാമത് കോൺ കഴിച്ച് വായ്പൊക്കെ കീറി തുടങ്ങി. അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഇത് ബ്ലാക്ക് ഗ്രേപ്സ് കേട്ടോ. ബ്ലാക്ക് ഗ്രേപ്സ് മലാനെക്കാട്ടിയും കൊള്ളാം ബ്ലാക്ക് ഗ്രേപ്സ്. എൻ്റെ മുഖത്ത് ഫുള്ളും ആയിക്കൊണ്ടിരിക്കുക. എന്നാലും ഇത് രണ്ടും കൂടി കഴിയുമ്പോൾ 12 ആണോ. ഞാൻ ഇത്ര ഐസ്ക്രീം ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ എന്ത് തണുപ്പ് മാത്രമേ മെയിൻ ഇഷ്യൂ ഉള്ളൂ. ഇപ്പം അത് കഴിക്കാൻ കേട്ടോ. എൻ്റെ നനഞ്ഞു തുടങ്ങി. ഇത് 12ാമത് ഐറ്റം കേട്ടോ. 12ാമത് ഇതിൻ്റെ കൂടെ തീരുവാണ്. ഇനി ഞാൻ 3 ഓർഡർ ഇട്ട് വരാം കേട്ടോ. നമ്മൾ 3 പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി 5 കൂടി ഉണ്ട്. തീരുമാനമാകും എന്തായാലും. കാജു കിസ്മിസ് 13ാമത്തെ കോണാണ് ബോയ്സ്. കാജു കാജുവും കിസ്മിസും ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തോട്ട് ഞാൻ കോൺ മേടിക്കില്ല കേട്ടോ. കോൺ മേടിച്ച് എൻ്റെ വാഗീറും. ഇത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം ഇല്ല. അർജുനമ്മയുടെ ലൈഫിൽ ഇനി ഐസ്ക്രീം ഇല്ല. ഇത് കഴിഞ്ഞ് ഇതുകൊണ്ട് വിട പറയുകയാണ്. എത്ര മാസം ഡയറ്റ് ചെയ്യാൻ ഞാൻ ഒറ്റയടിക്ക് ഡയറ്റും പൊട്ടിച്ച് എല്ലാം കളയുന്നു. നെക്സ്റ്റ് ഐസ്ക്രീം ചൂടാക്കി തരാം. ഇനി കോണില്ല കേട്ടോ. കോൺ വയ്യ എനിക്ക് മേലെടുക്കുന്നു. ഇത് ക്യാരറ്റ് ഹൽവയാണ്. എല്ലാത്തിനും പറഞ്ഞ ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പോർഷനിൽ റീച്ച് ചെയ്തിരുന്നു. ഇതാണ് ചീക്കു. പക്ഷെ ഒരു കോൺ മേടിച്ചിട്ട് കോണിനകത്തോട് നിന്നായിരിക്കും നല്ലത്. എൻ്റെ വാ ഫുള്ളി കീറി. എനിക്കിനി വരണം ചവയ്ക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലേ. ചീക്കുവിനെ ഞാൻ കപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ കപ്പ് എന്നോട് കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ നേരമായിട്ട് തണുപ്പ് കഴിച്ച് എൻ്റെ പല്ലിനകത്തോട് തലക്കേറി പിടിക്കുമായിരുന്നു. വാ തണുത്തോണാ അറിയത്തില്ല. ഐസ്ക്രീമിന് പോലെ ഐസ് കട്ട് കഴിക്കുന്നതൊക്കെ ഉണ്ട് എനിക്ക്. ഐസ് ഇങ്ങനെ പൊടിച്ച് വയലിട്ട് വെക്കുന്നു.
15ാമത്തെ ഐസ്ക്രീമും തീർന്നു കേട്ടോ. ഇത് 3 ഈ 2. അപ്പോൾ നിങ്ങൾ ഫുള്ളും തീർന്നു കേട്ടോ. അപ്പോൾ ഇത് 5 കൂടി ഓർഡർ ഇട്ടില്ല ഞാൻ. ഒരു മൈക്കിലൊക്കെ എടുക്കുന്നത്. ഒരു സ്കൂപ്പായി. ചോക്ലേറ്റ് മെനക്കേടായിരിക്കും നോക്കിയോ. അടുത്ത് പണ്ടാരം അടങ്ങുന്നു. ഭാഗ്യം. ഇതെല്ലാം കൂടി ആകുമ്പോൾ തീരും നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇവിടെ ബില്ല് കട്ട് ചെയ്ത് ബില്ല് മാത്രം ഒരു സൈഡിൽ നിറഞ്ഞിരിക്കുക. ഇവിടെ ഇത് 5 ഫ്ലേവർ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്ന് പറയുന്നത് ഇതുവരെ കഴിക്കാത്ത ഫ്ലേവറാണ്. ഞാൻ ഇന്നലെ ഞാൻ പ്രാവശ്യം ഇവിടെ എറണാകുളത്ത് നിന്നപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. റോസ് വാൾനട്ട് എന്ന് പറഞ്ഞു. ഈ 5 എന്തായാലും അലിഞ്ഞ് എവിടെയെങ്കിലും എത്തട്ടെ, അല്ലാതെ എൻ്റെ വായിൽ നിറങ്ങത്തില്ലായിരുന്നു. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എൻ്റർ ചെയ്യണം ഏത് ഐസ്ക്രീം അല്ലാണ്. ഇവിടുത്തെ ഐസ്ക്രീം നേരം അലിയത്തില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തല്ലേ. ഇതെന്ത് വൃത്തി. റാസ്ബെറി. ഇത് റാസ്ബെറി തന്നെയാണോ വെറ്റിലയാണ്? പതിനാറാമത്തെ ഐസ്ക്രീം വേണ്ട. പിന്നെ അടുത്ത മാംഗോ കഴിക്കാം. മാംഗോ നമ്മൾ ഓൾറെഡി കഴിച്ചാൽ ഇത് അൺസ്വീറ്റൻഡ് മാംഗോ ആണ്. മധുരമില്ല. ഇതെന്താ ഒരു കരിഞ്ഞ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ടേസ്റ്റ്. ഈ 3 കൂടെ. ഈ 2 ചോക്ലേറ്റും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാൾനട്ട് പോകാം. ഇത് വാൾനട്ട് എനിക്ക് ഇഷ്ടമാണ്. സിംഗിൾ സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ് കോക്കോ ക്രീം. ഇത് ചോക്ലേറ്റ് കോക്കോ എന്തോ ആണ്. ഇത് 2. ഇത് റോസ് വാൾനട്ട് കേട്ടോ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൊണ്ട പൊട്ടിയെന്ന് തോന്നുന്നു തണുപ്പ് കഴിച്ച്. കൊടുക്കുക തണുപ്പ്. പത്തൊമ്പതാമത്തെ ഐസ്ക്രീമാണ് ബോയ്സ്. ഇത് 19ാമത്തെ. ചോക്ലേറ്റ് മടുപ്പുണ്ടെങ്കിലും നമ്മൾ കഴിക്കും. ഈ ക്വാണ്ടിറ്റി കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. 2 ലിറ്റർ ഐസ്ക്രീം ആയി. പക്ഷെ തണുപ്പ് പല്ലേ വേണ്ടെടുക്കുന്നത്. 19 ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കൈ കൊട്ടു എനിക്ക് വേണ്ടി. ഇപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ കൊട്ടാത്ത. അല്ലെങ്കിൽ ഒരു കൈ കൊട്ടെങ്കിൽ എനിക്ക് കിട്ടിയത് പല്ല് മാറ്റി വെക്കേണ്ടി കേട്ടോ എനിക്ക്. ഇതിൻ്റെ 2-3 സ്പൂണും കൂടി ലാസ്റ്റ് ഐറ്റം തീർന്നു. ഈസി. ഇതൊക്കെ എനിക്ക് ഈസിയാണ്. ഫുൾ മെനു തീർന്നില്ല. എത്ര ബില്ലായിരുന്നു ഞാൻ പറയാം. ഇനിയൊന്നും മേടിക്കില്ലല്ലോ. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന്. ബില്ല് എത്രയാണ് നോക്കണം. 2000 രൂപ. എൻ്റെ വയറ് നിറഞ്ഞില്ല, എന്നാലും എൻ്റെ ഹൃദയം നിറഞ്ഞു. പല്ലൊന്നിന് ഞാൻ പോയി ഒന്ന് മാറ്റി ഊരി വെക്കട്ടെ. പുതിയ സെറ്റ് ഓഫ് പല്ല് വേണം എനിക്ക്. എന്തായാലും ഐ ഹോപ്പ് യു ഗെറ്റ് എ വണ്ടർഫുൾ ടേക്ക് കെയർ. പീസ് ബോയ്സ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഷവർമ കൂടി മേടിച്ച്. എനിക്ക് വിശപ്പ് ശരിയായിട്ടില്ല. അപ്പോൾ പോരാണ് അത്ര കഴിച്ചത്. ഫുൾ മീറ്റ്. ഇതിലൊരു ബിരിയാണി ഒക്കെ എടുക്കട്ടെ. അത് നോക്കാം. ഞാൻ ശരി.